പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതനുസരിച്ച് വരച്ച അമ്മയുടെ ചിത്രത്തിനരികെയാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. പരിശുദ്ധ അമ്മ പലപ്പോഴായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇപ്രകാരമൊരു പ്രത്യക്ഷീകരണ സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും 2001 നവംബർ 2 പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് അമ്മ പറഞ്ഞത്, കുഞ്ഞെ, നീ കാണുന്ന ഈ ദൃശ്യം ഒരു ചിത്രത്തിലേക്ക് പകർത്തി ലോകം മുഴുവനും ഇതിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന വിധത്തിൽ പ്രചരിപ്പിക്കണമെന്ന്. അമ്മ പറഞ്ഞു, ദൈവത്തെ കൂടാതെ ജീവിതം സംതൃപ്തിയിലേക്ക് നയിക്കാമെന്ന മനുഷ്യൻ്റെ ചിന്തകൾ മരീചികയിൽ വെള്ളമന്വേഷിക്കുന്നതിന് തുല്യമാണ്. പാപവും പാപത്തിൻ്റെ ശരങ്ങളുമേറ്റ് പിടയുന്ന മനുഷ്യൻ സാത്താനെ സന്തോഷിപ്പിക്കുകയും ലോകത്തിൻ്റെ പൂർണ്ണതയിലെത്താമെന്നുള്ള വ്യാമോഹം വളർത്തുകയും ചെയ്യുന്നത് വഴി ആത്മാക്കളുടെ നാശം ആദ്യത്തേതിനേക്കാൾ കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നു. അതിനാൽ ആത്മാക്കളെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ഈ സന്ദേശം ഉൾക്കൊള്ളുന്ന പടം വരയ്ക്കാനായിട്ട് അമ്മ ആവശ്യപ്പെട്ടു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ശേഷം എൻ്റെ ആത്മീയ പിതാവിനോട് ഞാനിത് പങ്കുവച്ചു. അച്ഛനും അനേക വൈദികരും സിസ്റ്റേഴ്സും അൽമായ സമൂഹവും കൂട്ടായ്മയും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. 3 ആർട്ടിസ്റ്റുമാരോട് ഇത് പറഞ്ഞു കൊടുത്ത് വരപ്പിച്ചിട്ട് ശരിയായില്ല. വീണ്ടും 1,00,000 ജപമാല ഈ നിയോഗത്തിന് വേണ്ടി സമർപ്പിക്കാമെന്നേറ്റ് അനേകം വൈദികർ ജപമാല ചൊല്ലുകയും അതുപോലെ തന്നെ വിശുദ്ധ കുർബാന ഈ നിയോഗത്തിന് വേണ്ടി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് ഒരു സഹോദരനെ പരിചയപ്പെട്ട് ആ സഹോദരൻ, ആ ആർട്ടിസ്റ്റാണ് ഈ പടം വരച്ചത്. വളരെ നാളുകളെടുത്ത് പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി വരച്ചതും മാറ്റി വരപ്പിച്ചും എല്ലാമാണ് ഇത് നിർവഹിക്കാനായിട്ട്, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്. പരിശുദ്ധ അമ്മയെ കണ്ടതുപോലെയൊന്നും ആയിട്ടില്ല ഈ ചിത്രത്തിൽ. അത് ഈ ലോകത്തിലെ ഒരു വ്യക്തികൾക്കും അതുപോലെ തന്നെ പകർത്താനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ അമ്മ പറഞ്ഞു തന്ന സന്ദേശങ്ങൾ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൽ. ഈ ചിത്രം വിവരിക്കുക ഇപ്രകാരമാണ്. പരിശുദ്ധ ദൈവമാതാവ് ഒരു ഗ്ലോബിൻ്റെ അരികിൽ വന്നു നിൽക്കുന്നു. ഗ്ലോബിൽ ചവിട്ടിയിട്ടില്ല. അമ്മയുടെ പാദത്തിന് കീഴെ ഒരു ഗ്ലോബുണ്ട്. ലോകം മുഴുവനെയുമാണ് അത് പ്രതിദാനം ചെയ്യുന്നത്. ആ സന്ദേശത്തെക്കുറിച്ച് അമ്മ പറഞ്ഞു തന്ന അതേ വാക്കുകളിൽ എഴുതിയെടുത്തത് ഞാനിവിടെ വായിക്കാം. ഭൂമിയെ പ്രതിനിധീകരിക്കുന്ന വലിയൊരു ഭൂഗോളം. ഈ ഭൂഗോളത്തിൻ്റെ 4/3 ഭാഗത്തെ ഒരു സർപ്പം ചുറ്റിയിരിക്കുന്നു. ബാക്കി 4/1 ഭാഗം വിഴുങ്ങാൻ സർപ്പം വാ പിളർന്ന് നിൽക്കുന്നു. തീയും പൊടിയും പുകയും കാറ്റും ഭീകര ശബ്ദങ്ങൾ നിറഞ്ഞ അന്തരീക്ഷം. എങ്ങും അസമാധാനം. അപ്പോഴതാ ത്രിലോകരാജ്ഞിയായ പരിശുദ്ധ ദൈവമാതാവ് പിതാവായ ദൈവത്തിൻ്റെ ആശീർവാദ അനുഗ്രഹത്തോടെ പരിശുദ്ധാത്മ സഹായത്താൽ ലോകത്തെ രക്ഷിക്കാൻ 2 ദിവ്യ ആയുധങ്ങളുമായി കടന്നു വരുന്നു. മാലാഖമാർ വീണകളും തമ്പുരുകളും മീട്ടുന്നു. എളിമയുടെ പര്യായമായ അമ്മ ശാന്തതയും ഒപ്പം തീഷ്ണതയുടെ ഗാംഭീര്യം നിറഞ്ഞ മുഖഭാവത്തോടെ അറപ്പോടും വെറുപ്പോടും കൂടെ സാത്താനെ നോക്കുന്നു. അവൻ്റെ തലയെ ചവിട്ടി തകർക്കുന്നു. ഈ തകർക്കൽ സാധ്യമാകുന്നതിനെക്കുറിച്ച് അമ്മ മക്കളോട് പറയുന്നു. മക്കളെ, എൻ്റെ വിമലഹൃദയമാകുന്ന സക്രാരിയിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ശക്തി വഴിയും, അതാണ് ഒന്നാമത്തെ ആയുധം, അണുശക്തിയേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള ജപമാല പ്രാർത്ഥന വഴിയും, അതാണ് രണ്ടാമത്തെ ആയുധം, മാത്രമേ സാത്താൻ്റെ തല തകർക്കപ്പെടുകയുള്ളൂ. മക്കളെ, ദിവ്യ സക്രാരിയുടെ അരികിലേക്ക് ഓടിയണയുവിൻ. തിരുമണിക്കൂർ ആരാധന നടത്തുവിൻ. പരിപൂർണമായ അനുതാപത്തോടും സ്നേഹത്തോടും ഭയഭക്തി ആദരവോടും കൂടെ സമർപ്പണം നടത്തി ബലിയർപ്പണം നടത്തുവിൻ. അതിൽ പങ്കുപറ്റുവിൻ. അത്ഭുതകരമായ ശക്തിയും ധൈര്യവും പകരുന്ന ദിവ്യകാരുണ്യനാഥൻ്റെ ഹൃദയ സക്രാരിയിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു തുള്ളി പകരാൻ തൽപരരാകുവിൻ. അനേകം ദൈവദോഷങ്ങളെ അത് ശമിപ്പിക്കും. എൻ്റെ നിർമ്മലമായ ഉദരത്തിലായിരുന്നപ്പോൾ മുതൽ ദിവ്യകാരുണ്യത്തിൻ്റെ ജീവിതത്തിലുടനീളവും ഉത്ഥാനാന്തരം മഹിമാ പ്രതാപത്തോടുകൂടെ ദർശിച്ചപ്പോൾ വരെയും ഇപ്പോൾ നിരന്തരവും
ഈ അമ്മ അവിടുത്തെ ആരാധിക്കുന്നു. യേശുവിനോടും അവിടുത്തെ തിരുഹൃദയത്തോടും യോജിച്ച് വിശുദ്ധ കുർബാനയിലെ കാരുണ്യവുമായി ഗാഠബന്ധം പുലർത്തി വിമലഹൃദയമാകുന്ന ദിവ്യ സക്രാരിക്ക് ചുറ്റും നിങ്ങളുടെ ജീവിതചക്രം തിരിക്കാൻ ഈ അമ്മയെ അനുവദിക്കുക. തീക്ഷ്ണതയോടെ ജപമാല ചൊല്ലുക. തീർച്ചയായും സാത്താൻ്റെ തല തകർക്കപ്പെടും. മക്കളെ, ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, വിമലഹൃദയ വിജയം സാധ്യമാകേണ്ട സമയമായി. ഇരുണ്ട മേഘങ്ങളെ തൂത്തെറിയാൻ, സകല ഹൃദയങ്ങളെയും കുടുംബങ്ങളെയും സമുദായങ്ങളെയും ലോക സംവിധാനത്തെ തന്നെ മാറ്റിമറിക്കാൻ ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് ബലിയർപ്പണം വഴി, ജപമാല വഴി നമുക്കൊന്നിച്ച് പോരാടാം. തികച്ചും നവീനവും സമാധാനപരവുമായ ഭൗമിക പറുദീസായുടെ അനുഭവത്തിൽ പ്രവേശിക്കാൻ വിശ്വസ്തരായ മക്കൾക്ക് സാധിക്കും. അതിനാൽ ദിവ്യ സക്രാരിയുടെയും അൾത്താരിയുടെയും അരികിൽ സന്നിഹിതയാകുന്ന ദിവ്യകാരുണ്യ മാതാവിനെ ശ്രവിക്കൂ, അനുസരിക്കൂ. ഈ ചിത്രവും സന്ദേശവും പ്രചരിപ്പിക്കുന്നവരെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും ഞാൻ യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കും. ഇത് സ്ഥാപിക്കുന്ന ഇടങ്ങൾ, സന്ദേശം ഉൾക്കൊള്ളുന്നവർ അനുഗ്രഹിക്കപ്പെടും. മക്കളെ, ദിവ്യകാരുണ്യനാഥനായി ഹോമിക്കപ്പെട്ട ബലിവസ്തുവായി കഴിയുന്ന യേശുവിനോട് ചേർന്ന് ഈ അമ്മയും നിങ്ങളെ ആശീർവദിക്കുന്നു. കാരുണ്യത്തിൻ്റെ സക്രാരികളായി പുതിയ ആകാശവും പുതിയ ഭൂമിയും സംജാതമാകുവാൻ പ്രാർത്ഥനയിലും വിശുദ്ധിയിലും മുന്നേറുവിൻ. ചിത്രത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മ തന്ന സന്ദേശമാണിത്. ഇതനുസരിച്ച് ഈ ചിത്രം വരച്ചു. ഈ ചിത്രത്തിൻ്റെ ആശീർവാദ കർമ്മവും നടന്നു. ഞങ്ങളുടെ വികാരിയായിരുന്ന പനക്കിലച്ചനായിരുന്നു ഈ ചിത്രത്തിൻ്റെ ബ്ലെസ്സിങ്ങിനായിട്ട് ഇവിടെ വന്നത്. അനേക വൈദികരുണ്ടായിരുന്നു, എൻ്റെ ആത്മീയ പിതാവുണ്ടായിരുന്നു. ഈ ചിത്രം ആശീർവദിച്ച് ഈ ആലയത്തിൽ പ്രതിഷ്ഠിച്ചതിന് ശേഷം അനേക മക്കൾ ഈ ചിത്രത്തിൻ്റെ കോപ്പി വീടുകളിലേക്ക് കൊണ്ടുപോകുവാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. അനേകർക്ക് അത്ഭുതകരമായ ആത്മശരീര മാനസിക സൗഖ്യങ്ങൾ ഉണ്ടാകുന്നതും മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങൾ നടന്നതുമെല്ലാം ഒത്തിരി പേരിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും കേൾവിശക്തി നഷ്ടപ്പെട്ട് ജന്മനാല് കേൾവിശക്തിയില്ലാത്ത ഒരു കുഞ്ഞിന് ഈ ചിത്രത്തിൽ ഇരിക്കുന്ന ദിവ്യകാരുണ്യ അമ്മയുടെ വിമല ഹൃദയത്തിലിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയോട് ചെവി ചേർത്ത് വെച്ച് ആ കുഞ്ഞ് ദിനവും പ്രാർത്ഥിക്കുമായിരുന്നെന്നും ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് ശേഷം കിടന്നുറങ്ങിയപ്പോൾ ദിവ്യകാരുണ്യ ഈശോയും പരിശുദ്ധ അമ്മയും അടുത്ത് വന്ന് നിൽക്കുന്നതായ കുഞ്ഞിനെ അനുഭവപ്പെടുകയും കുഞ്ഞിൻ്റെ കേൾവിശക്തി പരിപൂർണമായി തിരിച്ചു കിട്ടുകയും ചെയ്തു എന്ന് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഈ തിരുച്ചിത്രത്തിൻ്റെ സന്ദേശം ലോകം മുഴുവനിലേക്കും പ്രചരിക്കാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നു. ജപമാല പ്രാർത്ഥനയും ദിവ്യകാരുണ്യവും വഴി ലോകത്ത് നടമാടുന്ന തിന്മകൾക്ക് അറുതി കൽപ്പിക്കുവാനും ലോകം നവീകരിക്കപ്പെടുവാനും ആത്മാക്കളുടെ രക്ഷ സാധ്യമാകുവാനും പരിശുദ്ധ അമ്മ ഏറെ ആഗ്രഹിക്കുന്നു എന്ന് പലപ്പോഴായി സന്ദേശങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദിവ്യകാരുണ്യത്തെക്കുറിച്ചും ജപമാലയെക്കുറിച്ചും ഈ 51 സന്ദേശങ്ങളിൽ അമ്മ പറഞ്ഞിട്ടുണ്ട്. ആ 51 സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നൊരു പുസ്തകമാണിത്. അത് മുഴുവനും ഇവിടെ പറയുന്നില്ല. എന്നാൽ ഈ ചിത്രം തന്നതിന് ശേഷം അതേക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് പരിശുദ്ധ അമ്മ 2002 ജാനുവരി 1 സന്ദേശം നൽകി. അത് ഏതാനും ഭാഗം മാത്രം ഞാനിവിടെ വായിക്കാം. മക്കളെ, മാനസാന്തരപ്പെടുക. തിരുസഭയ്ക്ക് രക്തം ചിന്തലിൻ്റെയും ലോകത്തിന് ശുദ്ധീകരണത്തിൻ്റെയും നാളുകൾ അടുത്തു വരുന്നു. എൻ്റെ തിരുക്കുമാരൻ അത്യധികമായ സ്നേഹത്തോടെ മനുഷ്യവംശത്തെ രക്ഷിച്ചു. എന്നാൽ മനുഷ്യരിന്ന് രക്ഷകനെ മറക്കുന്നു. സ്നേഹസ്വഭാവം ലൗകിക തൃപ്തിയിലേക്ക് മറയുന്നു. നന്മയുടെ രൂപത്തിൽ വരുന്ന തിന്മയെ വിജയിപ്പിക്കുന്നതിൽ ഉത്തരവാദിത്ത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പോലും തയ്യാറാകുന്നത് കണ്ട് ഈ അമ്മ വേദനിക്കുന്നു. അന്ധരായുള്ളവർ മറ്റുള്ളവരെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്നു.
സ്വയം വഞ്ചിക്കപ്പെടാൻ തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുന്ന അധികാരികളും പാവപ്പെട്ട ദൈവജനവും എൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. എല്ലാവർക്കും രക്ഷയുടെ മാർഗം കാണിച്ചു കൊടുക്കുവാൻ സഭയിലൂടെ ദൈവം ആഗ്രഹിക്കുമ്പോൾ സഭയ്ക്കുള്ളിലുള്ളവർ തന്നെ വഴിതെറ്റുന്നു. സഹവർത്തിത്വം എന്ന പേരിൽ സാത്താൻ ചില അന്ധകാര ശക്തികളെ സ്വാധീനിക്കുന്നവരിലൂടെ കൊണ്ടുവരുന്ന പുതിയ ആസൂത്രണങ്ങൾ സഭയെ നിഗൂഢമായി പീഡിപ്പിക്കാനാണ്. ബാഹ്യമായി സഭയെ ആദരിക്കുകയും സത്യം തിരിച്ചറിയാതെ ലോകത്തെ ഭയന്ന് സഭയെ പ്രഹരിക്കുകയും സഭാമാതാവിൻ്റെ നിലവിളി കേൾക്കാതെയും കേൾപ്പിക്കാതെയും രക്തം ചിന്താതെയും അവളെ കൊല്ലുന്നതിനുള്ള പുതിയ മാർഗത്തിൽ പങ്കുകാരാകുകയും എതിർക്കുന്നവരെ അടിച്ചമർത്തുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഓർത്ത് ഞാൻ വേദനിക്കുന്നു. മഹാനഗരമായ ബാബിലോണിനെക്കുറിച്ചുള്ള പ്രവചനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. അതിനാൽ മക്കളെ അനുതപിക്കുക. നൂറ്റാണ്ടുകളിലൂടെയുള്ള യാത്രയിൽ പല പ്രാവശ്യം ഭിന്നിപ്പുകളാൽ പിളർന്ന സഭ വീണ്ടും ആന്തരിക ഐക്യത്തിലേക്ക് വന്നു. എന്നാൽ ഇന്ന് സഭയുടെ ദിവ്യ ഐക്യത്തിൻ്റെ കാന്തിയെ സാത്താൻ്റെ കറുത്ത പുക കൊണ്ട് അന്ധകാരമാക്കുന്നതിൽ അല്പമെങ്കിലും അവൻ വിജയിക്കുന്നു. സത്യം ഒറ്റിക്കൊടുക്കപ്പെടുന്നു. എൻ്റെ പുത്രൻ്റെ സുവിശേഷം വിഭജിക്കപ്പെടുന്നു. ഇത് ആന്തരിക ഭിന്നതയ്ക്ക് കാരണമാകുന്നു. സത്യത്തെ പിന്താങ്ങുന്നവർ വിലയില്ലാത്തവരാകുന്നു. ഈ ഭിന്നത വൈദികർക്കെതിരായും മെത്രാന്മാർക്കെതിരാകാനും വഴിതെളിക്കുന്നു. എന്നത്തേക്കാളുപരി അവരുടെ പരസ്നേഹത്തിൻ്റെ കെട്ടുറപ്പ് തകർക്കുന്നതിൽ സാത്താൻ വിജയിക്കുന്നു. യേശു ആഗ്രഹിക്കുന്നതും ജീവിച്ചുറപ്പിച്ചതും തിരുസഭ നിശ്ചയിച്ചതുമായ വൈദിക ജീവിതത്തിൻ്റെ സമർപ്പണത്തിൻ്റെ അന്തസത്തയായ വിശുദ്ധമായ ബ്രഹ്മചര്യ കർത്തവ്യങ്ങൾക്കെതിരായുള്ള എതിർപ്പ് എൻ്റെ തിരുക്കുമാരനെ ആഴമായ വേദനയിലേക്ക് തള്ളിയിടുന്നു. അമിതമായ പ്രവർത്തനങ്ങളിൽ മുഴുകി പ്രാർത്ഥനാ ജീവിതത്തോട് വിരസതയും വെറുപ്പും തോന്നുന്ന മക്കളെ തിരിയുവിൻ, യേശുവിലേക്ക് തിരിയുവിൻ. തുടർന്ന് ഒരുപാട് സന്ദേശങ്ങൾ അതിൽ തന്നെ പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഏറ്റവും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങളാണ്. പരിശുദ്ധ അമ്മ ഈ തിരുച്ചിത്രത്തെക്കുറിച്ച് പറഞ്ഞു തന്നപ്പോൾ വ്യക്തിപരമായും അല്ലാതെയും പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. മക്കളെ, ഞാൻ ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയാണ്. എൻ്റെ ഹൃദയത്തിൽ ദിവ്യകാരുണ്യം നിറഞ്ഞു നിൽക്കുന്നു. ഈ ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള ലോകമക്കളുടെ അറിവ് എത്രയോ ശുഷ്കമാണ്. പരിശുദ്ധ അമ്മ വീണ്ടും പറഞ്ഞു, എൻ്റെ വിമല ഹൃദയം വിജയം വരിക്കുമ്പോൾ ഒരു നവയുഗം സമാഗതമാകുന്നതിനു മുൻപ് സഹിക്കേണ്ടതും സംഭവിക്കേണ്ടതുമായ അതിഘോരമായ പീഡകളുടെ സൂചനകൾ ഞാൻ നൽകിയതിൽ നിങ്ങൾ ദുഃഖിക്കരുത്. പിളർക്കപ്പെട്ട ഈ ഹൃദയത്തിൽ ഞാൻ നിങ്ങളെല്ലാവരെയും സ്വീകരിച്ച് എൻ്റെ പുത്രനെ നൽകും. വരും നാളുകളിൽ സഭ വഴി, എൻ്റെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹഭാജനമായ മാർപ്പാപ്പ വഴി നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന പുതിയ വെളിപ്പെടുത്തലുകളും ആഹ്വാനങ്ങളും സശ്രദ്ധം പാലിക്കൂ. വഴിയും സത്യവും ജീവനും ലോകത്തിൻ്റെ പ്രകാശവുമായ യേശു ക്രിസ്തു കാൽവരി ബലി വഴി മനുഷ്യവംശത്തോട് ആവശ്യപ്പെട്ടതും മനുഷ്യനു വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട തിരുശരീരത്തെ സ്വീകരിക്കേണ്ടതിനെയും കുറിച്ചുള്ള ആധികാരിക പ്രബോധനം നിങ്ങളെ പ്രബുദ്ധരാക്കട്ടെ. ഈ സന്ദേശം ലഭിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വ്യക്തമായിട്ട് ഈശോയുടെ തിരുശരീര രക്തത്തെക്കുറിച്ചും ദിവ്യകാരുണ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള ചാക്രിക ലേഖനം നമുക്ക് ലഭിച്ചിട്ടില്ല. ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള ചാക്രിക ലേഖനം ഈ സന്ദേശം കിട്ടിയതിൻ്റെ പിറ്റേ വർഷം ഭാഗ്യസ്മരണാർഹനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിലൂടെ നമുക്ക് ലഭിച്ചത്. അതിൽ മാർപ്പാപ്പ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. പരിശുദ്ധ കന്യാമറിയം ദിവ്യകാരുണ്യത്തിൻ്റെ സ്ത്രീയാണെന്ന്. അമ്മയുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന ദിവ്യകാരുണ്യ ശക്തി ഈ ലോകമക്കൾ മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹത്താൽ ഓരോ ബലിവേദിയിലും അർപ്പിക്കപ്പെടുന്ന തിരുക്കുമാരൻ്റെ ദിവ്യബലിയെക്കുറിച്ചുള്ള മഹത്തായ സന്ദേശം പ്രാർത്ഥിച്ചൊരുങ്ങുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മ നേരത്തെ നൽകിയതായിരുന്നു. തുടർന്ന് അമ്മ പറയുന്നു, പ്രകാശിപ്പിക്കേണ്ട പ്രകാശത്തെ മറിച്ചു വയ്ക്കുന്ന ലോകമേ, അമലോത്ഭവ ഹൃദയ അഭിലാഷമായ പ്രകാശരഹസ്യങ്ങൾ അനാവരണം ചെയ്യപ്പെടുമ്പോൾ പ്രകാശത്തെ മറയ്ക്കാൻ നിനക്കാകില്ല എന്നോർക്കൂ. രക്ഷയുടെ സമ്പൂർണത യേശുവിലൂടെ മാത്രം. ആ രക്ഷ പരിശുദ്ധ കുർബാനയിലൂടെ ലോകത്തിലേക്ക്, മനുഷ്യഹൃദയങ്ങളിലേക്ക് ഒഴുകിയിറങ്ങും. അതിനാൽ മക്കളെ, വചനരഹസ്യം,
പരിശുദ്ധ ജപമാല വഴി സ്വന്തമാക്കൂ. ജപമാലയോടൊപ്പം പരിഹാര കുർബാന സ്വീകരണങ്ങൾ നടത്തൂ. തുടർന്നും സന്ദേശത്തിൻ്റെ ബാക്കിയുണ്ട്. ഇത് വായിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, പ്രകാശരഹസ്യങ്ങളെക്കുറിച്ച് പരിശുദ്ധ ദൈവമാതാവ് ഈ സന്ദേശം നൽകുമ്പോൾ നമുക്ക് സഭയിലൂടെ രഹസ്യങ്ങൾ പരിചയപ്പെട്ട് കിട്ടിയിട്ടില്ല. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2002 ഒക്ടോബർ 16 പരിശുദ്ധ ജപമാലയെക്കുറിച്ചുള്ള ശ്ലൈഹിക ലേഖനം പുറപ്പെടുവിക്കുന്നത്. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ളത് 2003 ഏപ്രിൽ 17. ഈ സന്ദേശം വായിച്ച അനേകർ അന്ന് ചോദിക്കുകയുണ്ടായി, സന്തോഷം, ദുഃഖം, മഹിമ, ദിവ്യരഹസ്യങ്ങളെല്ലാം ഉണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് ഒരു പ്രകാശരഹസ്യം ഉണ്ടാകുന്നത്? എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നതും പറയാനുണ്ടായിരുന്നതും പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുണ്ടോ അത് സംഭവിക്കും എന്നുള്ളതാണ്. അന്ധകാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന് പ്രകാശത്തിൻ്റെ കിരണം പകരാനായി പ്രകാശരഹസ്യങ്ങൾ കൂടെ മനുഷ്യമക്കൾ ധ്യാനിക്കണം എന്നുള്ളത് ദൈവഹിതമായിരുന്നു. അത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിലൂടെ നിർവഹിക്കപ്പെടുകയും ചെയ്തു. പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ 51 സന്ദേശങ്ങളിലും അമ്മ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, മക്കളെ, പാപത്തിൻ്റെ സാഹചര്യങ്ങളോടുകൂടെ ഉപേക്ഷിക്കാനായിട്ട്. ലോകം തരുന്ന ക്ഷണിക സന്തോഷങ്ങളിൽ അവസാനിക്കാനുള്ളതല്ല നിങ്ങളുടെ വിലപ്പെട്ട ജീവിതം. അത് യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയും നിത്യതയിലേക്കുള്ള വിളിയുമാണെന്ന് പരിശുദ്ധ അമ്മ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ ലോകവസ്തുക്കളെല്ലാം നിങ്ങൾക്ക് വിലയില്ലാതായി തീരുമ്പോഴാണ് ദൈവത്തെ മാത്രം ലക്ഷ്യം വയ്ക്കാൻ സാധിക്കുക എന്ന് പരിശുദ്ധ അമ്മ പറയുന്നു. ഇത് സാധ്യമാകുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ പറയുന്നു, എളിമയോടെ ജീവിക്കുക, പ്രാർത്ഥിക്കുക. എളിമ പരിപൂർണതയുടെ അടിസ്ഥാന കല്ലാണ്. നിങ്ങളെ എളിമപ്പെടുത്താൻ ആഗ്രഹിക്കുകയും എളിമപ്പെടുത്തുന്നവരെ അനുഗ്രഹിക്കുകയും വേണം. സ്വർഗീയ സിംഹാസനങ്ങൾ നിർമ്മിക്കാൻ അത് ആവശ്യമാണ്. പ്രലോഭനങ്ങളിൽ വിജയം വരിച്ച് നിങ്ങളെ തേടിയെത്തുന്ന സഹനങ്ങളെ ഭയപ്പെടാതെ സ്വീകരിച്ച് സഹനത്തിൻ്റെ രത്നക്കല്ലുകൾ പതിപ്പിച്ച കിരീടത്തിന് അവകാശികളാകുക. ജപമാല ഭക്തിയിലും ദിവ്യകാരുണ്യത്തിലും വചനത്തിലും ഉപവാസത്തിലും തീഷ്ണതയുള്ളവരാകുക. പരിശുദ്ധമ്മയുടെ സന്ദേശങ്ങളെ ക്രോഡീകരിച്ചാൽ നമുക്ക് മനസ്സിലാവും അമ്മ പറഞ്ഞിട്ടുള്ളത് പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിഹാരം. 5 ആയുധങ്ങൾ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ട് അമ്മ പരിചയപ്പെടുത്തുന്നു. വിശുദ്ധ കുർബാന, ജപമാല പ്രാർത്ഥന, കുമ്പസാരം, വചനമനുസരിച്ചുള്ള ജീവിതം, ഉപവാസം. പരിശുദ്ധ അമ്മയ്ക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാനുണ്ട്. പരിശുദ്ധ കുർബാന അത് ഈ ലോകത്തെ താങ്ങി നിർത്തുന്ന പവർ ഹൗസ് എന്ന പരിശുദ്ധ അമ്മ പറഞ്ഞു തരിക. ലോകമെമ്പാടും വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ലോകം ഇത്രയെങ്കിലും സമാധാനം അനുഭവിക്കുന്നത്. ബലിയാകേണ്ട നമ്മുടെ ജീവിതം ബലിവസ്തുവാണെന്ന ഓർമ്മയിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം വിശുദ്ധ കുർബാനയുടെ കുരിശിൻ്റെ അടയാളവും സ്വീകരിച്ചുകൊണ്ട്, ആശീർവാദവും സ്വീകരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന നമ്മൾ കുരിശിൻ്റെ അടയാളങ്ങളാകാൻ വിളിക്കപ്പെട്ടവരാണെന്നും കുരിശ് ജീവിതത്തിൽ ലഭിക്കുമ്പോൾ അത് എച്ചിലാക്കാതെ ഈശോയ്ക്ക് സമർപ്പിക്കണമെന്നും അമ്മ പഠിപ്പിക്കുന്നു. എച്ചിലാക്കാതെ സമർപ്പിക്കുക എന്നാൽ നമുക്ക് അനുദിനം കിട്ടുന്ന കൊച്ചു കൊച്ചു സഹനങ്ങൾ, മറ്റുള്ളവരുടെ ദുരാരോപണം, മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നത്, രോഗങ്ങൾ, ദൈവത്തിൽ നിന്ന് നമ്മുടെ പാപം വഴി ഉണ്ടാകുന്ന നമ്മുടെ രോഗങ്ങളല്ല, ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന രോഗാവസ്ഥകൾ, സഹനങ്ങൾ, അത് ഈശോയ്ക്ക് കൊടുക്കുക. മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും അത്തരത്തിലുള്ള സഹനങ്ങൾ വരുമ്പോഴും ദൈവത്തെ പഴിച്ചേരാതെ, മറ്റുള്ള മനുഷ്യരോടത് പങ്കുവെച്ച് അതിൻ്റെ മൂല്യം കളയാതെ ആദ്യം ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സമർപ്പിക്കുമ്പോൾ എച്ചിലാകാതെ ഈശോ അത് സ്വീകരിക്കുകയും ഈശോയുടെ സഹനത്തോട് ചേർത്ത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ലോകം മുഴുവൻ്റെയും മാനസാന്തരത്തിന് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അത് ഉപകരിക്കുകയും ചെയ്യും. ആത്മാക്കളെ നേടുന്നില്ലെങ്കിൽ നമ്മൾ ഒന്നും നേടുന്നില്ല എന്ന് പരിശുദ്ധ അമ്മ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ജപമാല നിത്യരക്ഷയുടെ അലംഘനീയമായ ഉറപ്പാണെന്നും അത് അണുശക്തിയേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ളതാണെന്നും പരിശുദ്ധ അമ്മ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ് ജപമാല. ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ അമ്മയെ നമ്മുടെ അരികിലേക്ക് വിളിക്കണം. അമ്മ നമ്മുടെ അരികിൽ വരും. അമ്മയുടെ കരങ്ങളിലേക്ക് ഈ ജപമാല നമ്മൾ വെച്ചു കൊടുക്കണം. ഓരോ മുത്തുകളും അമ്മയുടെ കരങ്ങളിലൂടെ മാത്രം ചലിക്കട്ടെ.
നന്മ നിറഞ്ഞ മറിയമേ എന്ന് നമ്മൾ പറയുമ്പോൾ സാത്താൻ ഏറ്റവും അധികം വെറുക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് ഉറക്കക്ഷീണം മൂലം പലപ്പോഴും പലരും അതിന് പ്രാധാന്യം കൊടുക്കാതെ അലസതയിൽ ചൊല്ലിത്തീർക്കാറുണ്ട്. അരുതേ എന്ന് പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിക്കുന്നു. ജപമാല പ്രാർത്ഥന, വിശുദ്ധ കുർബാന, ഉപവാസം, ദൈവവചനം അനുസരിച്ചുള്ള ജീവിതം, കുമ്പസാരം എന്നിവ വഴി നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുകയും ലോകം മുഴുവൻ്റെ ആത്മാക്കളെ രക്ഷിക്കാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. അമ്മയുടെ ആഹ്വാനത്തിൽ എടുത്തു പറയുന്നത് പോലെ അതിശൈത്യം, അതിചൂട്, കഠിനമായ ക്ഷാമം, പട്ടിണി, ദുരിതങ്ങൾ, വിഷകരന്മാർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗങ്ങൾ, ജീവിത തകർച്ചകൾ, ഭർതൃഭാര്യ ബന്ധത്തിലുള്ള തകർച്ചകൾ, ഇതെല്ലാം വളരുമെന്നും കൂടുതലായി ഉണ്ടാകുമെന്നും പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കാതെ സ്വീകരിക്കാതെ നമുക്കൊന്നും ഇതിനെ അതിജീവിക്കാൻ സാധിക്കില്ല. പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പ്രകോപിപ്പിക്കാതെ ദൈവിക നന്മയിലും ദൈവിക ചിന്തയിലും ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ച് സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് നടന്നു നീങ്ങാം. നമ്മുടെ ജീവിതത്തിലെ കാൽവരി അനുഭവങ്ങൾ യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളോട് ചേർത്ത് വെച്ച് നമുക്ക് അനുഭവിക്കാം. നമ്മൾ ക്രിസ്ത്യാനികളാണോ? ജീവിക്കുവാൻ നമുക്ക് അവകാശമുണ്ട് യേശുവിന് വേണ്ടി. ഒരു ക്രിസ്ത്യാനി യേശുവിൻ്റെ മുറിപ്പാടുള്ളവനായി തീരട്ടെ. സഹനത്തെ സ്വീകരിച്ച് നന്മയിൽ നിലനിന്ന് ക്ഷണികത ഏറ്റവും വേഗത്തിൽ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ലോകത്തിന് വിലപ്പെട്ടതല്ല, സ്വർഗത്തിന് അമൂല്യമായതാണ് ഈ ജീവിതമെന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. യുദ്ധങ്ങളും കാഹളങ്ങളും നമുക്ക് ചുറ്റും മുഴങ്ങിക്കൊണ്ടിരിക്കുക. പലതരത്തിലുള്ള അത്യാഹിതങ്ങൾ ലോകത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുക. പാപത്തിൻ്റെ നാശകൂമ്പാരത്തിൽ കഴിയുന്ന ലോകം വിസർജന കുഴിയേക്കാൾ നാറുന്ന ദുരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം നിഴലിനെ പോലും പേടിക്കുന്നവനാണ് ഇന്ന് മനുഷ്യൻ. പക്ഷേ മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റുന്നില്ലല്ലോ. പ്രത്യയശാസ്ത്രങ്ങളും നാസ്തിക ഭൗതിക വാദങ്ങളും വഴി ലോകത്തുയർന്നുകൊണ്ടിരിക്കുന്ന തിന്മയുടെ പോർവിളികൾക്ക് മുൻപിൽ ക്രിസ്ത്യാനി ചങ്കുറപ്പോടെ കുർബാനയിൽ അധിഷ്ഠിതമായ ജീവിതം വഴി പരിശുദ്ധമ്മയുടെ കരങ്ങൾ പിടിച്ച് സ്വർഗത്തിലേക്ക് നടന്നെടുക്കേണ്ടവനാണ്. അതുപോലെ തന്നെ സംഭവിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങൾ, ആശംസകൾ അതുവഴിയായി ഈശോ നമുക്ക് നൽകട്ടെ. ഈ ലോക ജീവിതം ക്ഷണികമാണ്. ലോകത്തിൻ്റെ മുൻപിൽ ശവമാകേണ്ട മനുഷ്യൻ ആ സമയം നിത്യതയിലേക്ക് ആത്മാവ് പറക്കുമെന്ന വിശ്വാസത്തോടെ ജീവിക്കാം. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവിനെയും പരിശുദ്ധ അമ്മയെയും ഉണ്ണിമിശിഹായെയും കുടുംബത്തിലേക്ക് കൂട്ടുവിളിക്കാം. നസറത്തിലെ കുടുംബം നമുക്ക് താങ്ങായിരിക്കട്ടെ, മാതൃകയായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയം കരുണയുടെ നിറവായിട്ട് വിളിച്ചാൽ വിളിപ്പുറത്ത് ഉപേക്ഷിക്കാത്ത അമ്മയായി കൂടെയുണ്ട്. ഉറപ്പാണത്. സ്വന്തം ജീവിതത്തിൽ നിന്ന് ഈ ഉറപ്പോടെ പറയാനായിട്ട് എനിക്ക് സാധിക്കും. പതറാതെ നമുക്ക് മുന്നോട്ട് പോകാം. ഈശോയുടെ തിരുനാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയം വിജയിക്കട്ടെ. പുതിയ ആകാശവും പുതിയ ഭൂമിയും സംജാതമാകട്ടെ. ആമേൻ.